ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചിട്ടിയെ പറ്റിയാണ്. ചിട്ടി എന്താണ്, അത് നല്ലതാണോ, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ചിട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പരമ്പരാഗതമായ രീതിയിൽ സേവിങ്സ് കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ്. അത് ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ ബാങ്കുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത് ഉരുത്തിരിഞ്ഞ് വന്നതും നടന്നുകൊണ്ടിരുന്നതും. വളരെ വലിയ രീതിയിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകുന്ന ചില ഇവൻറ്റുകൾ, കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ ഉത്സവങ്ങൾ, ഇനി അതുമല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ പെട്ടെന്ന് വരുന്ന മുൻകൂറായിട്ട് കാണാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടാണ് പണം സേവ് ചെയ്ത് വെച്ചിട്ട് ആ സമയത്ത് അത് പിൻവലിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു എമൗണ്ട് പിൻവലിക്കുക, ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുവാനുള്ള ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ് ചിട്ടി നിലവിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫോർമൽ ബാങ്കിങ്, അതായത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ബാങ്കിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാങ്കിങ്, ഒരു പക്ഷേ പണ്ടത്തെ ബാങ്കിങ് പോലും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചിട്ടി ഈ ലോകത്തുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തില്, ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളായ കർണാടകം, തമിഴ്നാട്, ഈ പ്രദേശങ്ങളിലാണ് ചിട്ടി ഉണ്ടായിട്ടുള്ളത്, പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ഫിനാൻഷ്യൽ ടൂളാണ്. ഒരു സമൂഹമാണ് അതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രാമത്തിലെ മെമ്പേഴ്സ് ഒക്കെ കൂടി ചേർന്ന് ഒരു ചിട്ടി തുടങ്ങുമ്പോൾ അവിടെയുള്ളവരായിരിക്കും അതിനകത്ത് മെമ്പേഴ്സ്. ഞാൻ പറയുന്നത് ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു അതാണ് ഞാൻ പറയുന്നത്, എന്നാൽ ഇത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ GCC രാജ്യങ്ങളിൽ, ദുബൈയിലും അല്ലെങ്കിൽ ഖത്തറിലും ഒക്കെയുള്ള വലിയ കമ്പനികളിലെ എംപ്ലോയീസ്, അവർ കുറച്ചുപേർ ഒരുമിച്ച് കൂടി ചിട്ടി നടത്താറുണ്ട്. അവരുടെ കാര്യങ്ങൾ ആ ചിട്ടി വഴിയാണ്. പലരും ബൾക്കായിട്ടുള്ള പൈസ അവരുടെ നാട്ടിലെ എക്സ്പെൻസിനോ അല്ലെ അവിടെ തന്നെ എന്തെങ്കിലും വീട് മേടിക്കാനൊക്കെ ആയിട്ട് അവർ ഈ ചിട്ടി വഴി കാര്യങ്ങൾ, ഫണ്ട് പിന്നെ പൂള് ചെയ്തിട്ട്, ചിട്ടി തന്നെയാണത്. അത് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ലേല ചിട്ടി അല്ലെങ്കിൽ വിളിച്ചെടുക്കുന്ന ചിട്ടിയാണ്. അവിടെ നടക്കാറുണ്ട്, പല കമ്പനികളിലും നടക്കാറുണ്ട്. ഞാൻ കുറച്ചാൾ ഗൾഫിലുണ്ടായിരുന്നു, ഞാനും ചിട്ടിയിലൊക്കെ ചേർന്നിട്ടൊക്കെ ഉണ്ട്. ഇത് അവിടെ നടക്കുന്നുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ചിട്ടിയുടേത്. ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എലിമെന്റ് എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസമാണ്. ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി, നമ്മളിപ്പം ദുബൈയിലെ കമ്പനിയുടെ കാര്യം പറഞ്ഞു, അവിടുത്തെ ആ കമ്പനിയിലുള്ള എംപ്ലോയീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരുമിച്ചാണ് അവരെ ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, ജോലിക്ക് പോകുന്നത്, ശമ്പളം മേടിക്കുന്നത്, അല്ലെങ്കിൽ പുറത്ത് പോകുന്നതൊക്കെ അവരൊരുമിച്ചാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരുപക്ഷെ അവർ നാട്ടിലും അവരുടെ ഫാമിലികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരായിരിക്കും. ആ ഒരു വിശ്വാസം അവിടെ ഉണ്ട്. അത് ഈ ഒക്കുപേഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഞാൻ ആ ഒരു കാറ്റഗറി പറഞ്ഞത്. അതല്ല എങ്കിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ചിട്ടിയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കാറുമുണ്ട് ചിട്ടികൾ. അങ്ങനെയാണ് ചിട്ടികൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇൻഫോർമൽ ചിറ്റ് ഫണ്ട്സ് ആണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. ഔപചാരികമായിട്ട് അതിന് രൂപരേഖകളൊന്നുമില്ല. അറിയാവുന്ന ഒരാൾ, വിശ്വാസം ഉള്ള മറ്റുള്ളവരെ കൊണ്ട് പണം അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യിക്കാനും അവരെ നയിച്ചു കൊണ്ടൊരു ടീമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള കഴിവുള്ള ആൾക്കാരാണ് സാധാരണ ചിട്ടി നടത്തിയിട്ടുള്ളത്. ലോക്കൽ കമ്മ്യൂണിറ്റികളിൽ അത് നടക്കുന്നുണ്ടായിരുന്നു. ട്രസ്റ്റാണ് അതിൻ്റെ അടിസ്ഥാനം. അതിനകത്ത് ഫോർമലായിട്ടുള്ള വേറെ വലിയ കാര്യങ്ങളൊന്നും അവിടെ നോക്കാറില്ല. ഒരു വിശ്വാസ്യതയുടെ പുറത്ത് അത് നടക്കുകയാണ് ചെയ്യുന്നത്. കച്ചവടക്കാരുടെ ഇടയിൽ ഒക്കെ, ഇതിന് ഒരു വ്യാപാരികളുടെ ഇടയിലൊക്കെ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക, ആവശ്യത്തിന് എടുക്കുക എന്നുള്ള ഒരു സ്കീം എന്നുള്ള നിലയിൽ ഇതിന് നല്ലൊരു പ്രചാരം ഉണ്ടായിരുന്നു. ബാങ്കുകളൊക്കെ വന്ന കാലഘട്ടത്തിൽ ബാങ്കുകാരൊക്കെ പണക്കാരുടെ അടുത്താണ് അവരുടെ ബിസിനസ് ബാങ്കുകാരെ നടത്തിക്കൊണ്ടിരുന്നത്. ബാങ്കുകാരുടെ ക്ലയൻസ് ഒക്കെ പണക്കാരാണ്. പക്ഷെ അതല്ലാത്ത സാധാരണ വ്യക്തികൾ ചിട്ടി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒക്കെയാണ് ഒരു ചിട്ടയോടുകൂടിയുള്ള, അതായത് ഒരു സ്ട്രക്ചർ കോർപ്പറേറ്റ് രീതിയിലോട്ടൊക്കെയുള്ള ചിട്ടി കമ്പനികൾ പിന്നെയാണ് വരുന്നത്. അതിനുശേഷം ആൾക്കാർ ചിട്ടി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്ന് ചിട്ടിക്കാർ മുങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ചിട്ടി ഫണ്ട്സ് ആക്ട് 1982 നിയമം ഇന്ത്യയിൽ നിലവിൽ വരികയും അതനുസരിച്ചാണ് അതിനുശേഷം ഉള്ള ചിട്ടികൾ കൈകാര്യം ചെയ്യപ്പെട്ടു വരുന്നത്. ഇപ്പോൾ ചിട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇപ്പോൾ ചിട്ടി. ദുബൈയിലെ ചിട്ടി
അല്ലാതെ നടക്കുന്നു. അത് ചിട്ടി നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വിഷയമല്ല. അത് കാര്യം സാധിക്കുക. ഒരുപക്ഷെ നാട്ടിലോ അങ്ങനെ ചിട്ടി നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനോ ഒന്നുമുള്ള വ്യവസ്ഥകൾ റെഗുലേറ്റ് ചെയ്യാത്ത ചിട്ടികൾക്കില്ല. അപ്പോൾ റെഗുലേറ്റ് ചെയ്ത ചിട്ടിയാണെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ആൾക്കാർ മുങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഒരു ചില നീക്കങ്ങൾ നടത്താനുള്ള നിയമപ്രകാരമുള്ള ഒരു ഫെസിലിറ്റി ഈ നിയമം വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ട്. രജിസ്ട്രേഷൻ ചിട്ടി, ഓരോ ചിട്ടിയും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. അത് ചിട്ടി കമ്പനികളാണ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് ഈ ചിട്ടി എന്ന ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ആക്സസ് ടു ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ള സമയത്ത് പണം. അതുപോലെ തന്നെ നമുക്കിടയിൽ എക്സ്ട്രാ പൈസ ഉണ്ട്, അത് സേവ് ചെയ്യാനുള്ള ഒരു സൗകര്യം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം ചിട്ടിക്ക്. ആവശ്യം എന്ന് പറയുമ്പോൾ അത് എമർജൻസി ആണെങ്കിൽ പോലും വിളിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചിട്ടികൾ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് കുറച്ച് എമൗണ്ട് കുറച്ചേ കിട്ടുകയുള്ളൂ. അത് ചിട്ടിയുടെ ലാഭത്തിലോട്ടാണ് അത് പോകുന്നത്. അതൊക്കെ ആ രീതിയിലൊക്കെയാണ്. പക്ഷെ ഇത്രയും ലിക്വിഡിറ്റി ഉള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റ് ഇല്ല. ബൾക്കായിട്ട് പൈസ കിട്ടുന്നത്. ഇന്നത്തെ കാലത്ത് ചിട്ടികൾ നടന്നു വരുന്നത് ട്രഡീഷണൽ ഊന്നി തന്നെയാണ്. ഏത് രീതിയിലാണോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ഒരു സ്ട്രക്ചർ. പക്ഷേ ആധുനിക സിസ്റ്റംസ് അതിനകത്ത് ഉൾപ്പെട്ടു വരുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും, പണ്ടൊക്കെ ഗ്രാമങ്ങളിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നഗരപ്രദേശങ്ങളിലും ഒക്കെ ഈ ചിട്ടി ഒരു പ്രചാരത്തിലാണ് ഉള്ളത്. ചിട്ടി കമ്പനികൾ ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രൈവറ്റ് മേഖലയിലുണ്ട്. KSFB പോലെയുള്ള ഗവൺമെന്റിന്റെ കമ്പനികളുണ്ട്, ഓൺലൈൻ വഴി ചെയ്യുന്ന മറ്റു കമ്പനികളുണ്ട്. ഒരു കൾച്ചറൽ ലെഗസി, നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് ചിട്ടി. അത് ഒരു പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് ചേർക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. ചിട്ടിയുടെ ഫ്യൂച്ചറിനെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിട്ടി തീർച്ചയായിട്ടും ബാങ്കുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ബാങ്കിന് തരാൻ പറ്റാത്ത ഈ ഒരു ചിട്ടി ബാങ്കുകൾ കൂടെ നമുക്ക് ഈ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിട്ടി കമ്പനികളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിനർത്ഥം ചിട്ടിക്ക് പകരം മറ്റൊരു ഉരുപ്പടി ഇതുവരെ വന്നിട്ടില്ല. അതായത് ചിട്ടിക്ക് പകരം ചിട്ടി മാത്രം. ബാങ്കുകളൊക്കെ ഇല്ലാതായാലും ചിട്ടികൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിട്ടി ചേരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ചിട്ടി ഒരു കരാർ എഴുതി നമ്മൾ അതിനകത്ത് ചേരുമ്പോൾ, പണ്ടൊക്കെ ചിട്ടികൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പരസ്പരം അറിയാവുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരും എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടെന്ന് ഒരു വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ചിട്ടി നടത്തുന്നതും അതിനകത്ത് ചേരുന്നതും. പരസ്പരം ഇവർക്കൊക്കെ അറിയാം. ഇപ്പൊ ദുബൈയിലൊക്കെ ഇപ്പം കമ്പനികളിൽ നടക്കുന്ന ചിട്ടിയും ആ രീതിയിലാണ് നടക്കുന്നത്. അവിടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല അവസ്ഥ. ചിട്ടി ചേരുന്നതിന് മുമ്പ് എന്താണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. കരാറ് ശരിക്കും വായിച്ചു നോക്കി, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് അറിയാൻ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചിട്ടി കരാർ ഒപ്പിടാവൂ. ചിട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അതായത് ആ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പിന്നെ ചിട്ടി ആക്ട് ഉണ്ട്. ചിട്ടി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അങ്ങനെയൊക്കെയുള്ള രജിസ്റ്റർ ചെയ്ത കമ്പനിയാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. കമ്പനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ലാത്തതാണോ, സ്ട്രോങ് ആണോ? കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവർ പൈസ തരണമല്ലോ. നമ്മുടെ പർപ്പസ് എന്തിനാണ് നമ്മൾ ഈ ചിട്ടിക്ക് ചേർന്നത്? ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ ചേർന്നത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് ഉതകുന്ന രീതിയിലാണോ അതിൻ്റെ സ്ട്രക്ചർ, ആ എമൗണ്ട് ആ സമയത്ത് കിട്ടുമോ? ഈ വക കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണം. ഓരോ മാസവും പണം അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ കാണിച്ചു തരാം. പല ടൈപ്പിലുള്ള ചിട്ടികളുണ്ട്. ഇത് കേരളത്തിലെ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിട്ടിയാണ്. ഇത് ഓൾറെഡി ഇതിന് മുൻകൂറായിട്ട് എമൗണ്ടുകൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിട്ടിക്ക് ചേരുമ്പോൾ അവർ നമ്മളോട് പറയും, നമ്മൾ പിടിക്കുന്ന അനുസരിച്ചാണ്. ഏകദേശം ഒരു 6-ാമത്തെ മാസം ആയിരിക്കും പിടിക്കാൻ അവർ ഓപ്ഷൻ തരിക. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി എന്തെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതിനകത്ത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും. സാധാരണ ഇങ്ങനെയാണ് നടക്കാറുള്ളത്. 6 തൊട്ട് അങ്ങോട്ടുള്ള ഏത് മാസം വേണമെങ്കിലും പിടിക്കാം. പിടിക്കുമ്പോൾ കിട്ടുക, ഇപ്പോൾ 6-ാമത്തെ മാസം നമ്മൾ ചിട്ടി പിടിക്കുന്നു, 3 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. അതിന് 6-ാമത്തെ മാസമാണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ 6-ാമത്തെ മാസമാണ് നമുക്ക് പിടിക്കാനുള്ള റൈറ്റ് കിട്ടുക. ഇത് അഡ്വാൻസ് ആയിട്ട് അവർ നമ്മളോട് പറയും. അപ്പോൾ
ഓരോ മാസവും ആദ്യത്തെ മാസം 12,000 നമ്മൾ അടയ്ക്കണം, രണ്ടാമത്തെ മാസം 9,600 അടയ്ക്കണം. അങ്ങനെ ആ 9,600 തന്നെ അടുപ്പിച്ച് അടച്ചുകൊണ്ടേയിരിക്കണം. ആറാമത്തെ മാസം നമ്മൾ പിടിക്കാനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് കിട്ടും. അപ്പോൾ 9,600 നമ്മൾ അടയ്ക്കണം. അടുത്ത ചിട്ടിയുടെ ഡേറ്റിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 2,25,000 3 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ. നമ്മൾ അതുവരെ അടച്ച എമൗണ്ട് എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. 60,000 രൂപ അടച്ചു കഴിയുമ്പോഴത്തേക്ക് 2,25,000 നമുക്ക് അവർ ചെക്ക് തരും. അതാണ് നമുക്ക് കിട്ടിയ നമ്മളുടെ പ്രൈസ്ഡ് എമൗണ്ട് എന്ന് പറയുക. അവിടെ സംഭവിച്ചത് 15,000 രൂപ 5% കമ്മീഷനുണ്ട് ചിട്ടി നടത്തുന്ന ആൾക്കാർക്ക്. അത് കുറയ്ക്കുന്നത് ഈ 2,25,000 എന്നല്ല, അത് 3 ലക്ഷം രൂപയുടെ ചിട്ടിക്കകത്തുനിന്ന് നമുക്ക് കിട്ടിയത് 2,25,000. ബാക്കി എത്രയാണ്? ബാക്കി 75,000 ആണ്. 75,000 രൂപയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ 75,000 രൂപയിൽ 15,000 രൂപ കമ്മീഷനുണ്ട്, ബാക്കി 60,000. ഈ 60,000 എന്ന് പറയുന്ന എമൗണ്ട് 25 ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം 25 പേരുണ്ട് ഈ ചിട്ടിയിൽ. അപ്പോൾ ഒരാൾക്ക് 2,400 രൂപ കിട്ടും. അതാണ് ഡിവിഡൻഡ്. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഓരോ മാസവും അത് നടക്കും. ഉദാഹരണത്തിന് ഈ ചിട്ടി തീരുമ്പോൾ 24ാമത്തെ മാസം ചിട്ടി പിടിക്കുന്ന കിട്ടുന്നത് 2,81,250 പ്രൈസ്ഡ് എമൗണ്ട്. 24 പിന്നെ ഒരു മാസം കൂടെ ഉള്ളൂ. പക്ഷേ 3 ലക്ഷത്തിന് പകരം കിട്ടിയത് 2,81,250. അതായത് 18,750 രൂപ കുറവാണ് കിട്ടിയത്. ആ പൈസ എവിടെ പോയി? ആ പൈസയ്ക്കകത്തുനിന്നാണ് 15,000 രൂപ ചിട്ടി നടത്തുന്നവരുടെ കമ്മീഷൻ പോയത്, 5% കമ്മീഷൻ. ബാക്കി 18,750 നിന്ന് 15,000 പോയി കഴിഞ്ഞാൽ 3,750 രൂപ ഉണ്ട്. ഈ 3,750 രൂപ 25 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. 25 പേരുടെ ചിട്ടിയാണ്. 25 മാസത്തെ ചിട്ടി എന്ന് പറയുമ്പോൾ 25 ആൾക്കാരും അതിനകത്തുണ്ട്. അങ്ങനെ 25 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് 150 രൂപ കിട്ടും. അതാണ് ചിട്ടിയുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാർക്കും അത് കുറച്ച് കിട്ടും, അല്ലെങ്കിൽ അത് ആഡ് ചെയ്ത് കിട്ടും. ഇതാണ് സാധാരണ ഒരു ചിട്ടിയുടെ സിസ്റ്റം. പിന്നെ പേയ്മെൻറ്റും കളക്ഷൻ എമൗണ്ട്, ഡിവിഡൻഡ്, പ്രൈസ്ഡ് എമൗണ്ട്, ടോട്ടൽ പേയ്മെൻറ്റ്, ഈ രീതിയിലാണ് സാധാരണഗതിയിൽ സ്റ്റാൻഡേർഡ് ചിട്ടികൾ നടക്കാറുള്ളത്. വിളിച്ചെടുക്കുന്ന ചിട്ടികൾ അത്യാവശ്യക്കാർ വിളിച്ചെടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരും. ഡിവിഡൻഡിനകത്ത് വ്യത്യാസം വരും. പക്ഷേ ബാക്കിയുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ചിട്ടി. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6ാമത്തെ മാസത്തിന് പകരം എടുക്കാതിരുന്നിട്ട് ഒരു 10ാമത്തെ മാസം എടുക്കാം, അല്ലെങ്കിൽ 12ാമത്തെ മാസം എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് കിട്ടും. പക്ഷേ അപ്പോഴേക്കും നമ്മൾ കുറച്ച് കൂടുതൽ പൈസ 1.18 ഓൾറെഡി അടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് 2.35 കിട്ടുക. അതായത് ചിട്ടിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒക്കെ കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിളിച്ചെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇത് ഒരു ലോണിൻ്റെ രീതിയിൽ വരും. കൂടുതൽ ഒരു ലോണിൻ്റെ സ്വഭാവത്തിലോട്ട് വരും. പക്ഷേ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചിട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത്യാവശ്യം വരുന്ന ആ സമയത്ത് പൈസ കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് സിസ്റ്റം. അതുകൊണ്ടാണ് ആൾക്കാർ നേരത്തെ വിളിച്ചെടുക്കുന്നത്, കാരണം അവർക്ക് അത്യാവശ്യമായുണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റിലൊക്കെ കാണുന്ന ഈ 23, 24 ഈ പിന്നെ ലാസ്റ്റിൽ ഒക്കെ പൈസ കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിക്ഷേപമായിട്ടായിരിക്കാം അവർ കാണുന്നത്. അവർ ഒരുപക്ഷെ അത്യാവശ്യക്കാരായിരിക്കത്തില്ല. പക്ഷേ അതും അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമൊന്നും വന്നു കാണത്തില്ല ആ ഒരു കാലയളവിൽ. അങ്ങനെയുള്ള ആൾക്കാരാവാം. പക്ഷെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചിട്ടി ചേരുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. സോ ഇത് ഒരു യുണീക്കായിട്ടുള്ള സിസ്റ്റം. ഇത് മറ്റൊരു ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടോ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്നതുമായിട്ടോ വേറെ ഏതെങ്കിലും ഒരു പിന്നെ ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ, ചിട്ടിയെ കമ്പയർ ചെയ്തിട്ട് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് ചിട്ടി. ഇങ്ങനെ നടന്നാലാണ് ഇത് ചിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അത് ആർക്കാണോ ആവശ്യം, അത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇതിന് പകരം മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവർക്ക് ഇത് തന്നെ നടക്കുള്ളൂ അവിടെ. സോ ഏകദേശം ചിട്ടിയുടെ സ്ട്രക്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്. 25 മാസത്തെ 3 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് പറഞ്ഞത്. ഇതിൽ എമൗണ്ട് കൂടുന്തോറും ഇവിടെയൊക്കെയുള്ള ഓരോ അടവും ഇത് കൂടും എന്നുള്ള എമൗണ്ടുകളൊക്കെ കൂടും. അതാണ് എൻ്റെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആണ് ഓരോ മാസവും നമ്മൾ അടയ്ക്കേണ്ട പേയ്മെൻറ്റ്. ഈ കളക്ഷൻ എമൗണ്ട് ഓരോ മാസവും അത് വ്യത്യാസപ്പെട്ട് വരും.
സെക്യൂരിറ്റി ആൻഡ് കൊളാട്രൽ. ഇപ്പം ഈ 3 ലക്ഷത്തിൻ്റെ ഒക്കെ ചിട്ടികൾക്ക് സാധാരണഗതിയിൽ 2 ആൾക്കാരെ ആവശ്യമാണ് ഗ്യാരണ്ടി ആയിട്ട്. ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് 2 പേരെ ആവശ്യമായിട്ട് വരും. ജാമ്യക്കാരെന്ന് പറയും. അവരുടെ കയ്യിൽ നിന്ന് ചെക്കുകളൊക്കെ ഒപ്പിട്ട് വാങ്ങാറുണ്ട്. ചില ഫോമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. ചിട്ടി തീരുമ്പോൾ അതെല്ലാം തിരിച്ചു തരും. ഡോക്യുമെൻറ്റ്സ്, ചെക്ക് അടക്കമുള്ള കാര്യങ്ങൾ അവർ തിരിച്ചു തരും. അതുവരെ അത് അവർ കൈവെക്കും. അത് 3 ലക്ഷം വരെയൊക്കെയുള്ള ചിട്ടിയാണ്. അതിൽ അപ്പുറത്തേക്കുള്ള വലിയ ചിട്ടികൾ 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം അങ്ങനെ പോകും തോറും കൊളാറ്ററൽ, അതായത് ഈട് വെക്കേണ്ടി വരും. പലപ്പോഴും വസ്തു, വീട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഈടിന്മേലാണ് വളരെ വലിയ ചിട്ടികളുടെ ഡിസ്ബേഴ്സ്മെന്റ് നടക്കുക. ഒന്നും കാണാതെ ചിട്ടി കമ്പനിക്കാർ പൈസ വളരെ വലിയ എമൗണ്ടുകൾ തരാറില്ല. കാരണം ചിട്ടി പൊതുവെ ചെറിയ ഡീലിങ്സിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ചെറിയ ഡീലിങ്സിന് വേണ്ടിയാണ് ഈ ഒരു ചിട്ടി എന്നുള്ള ഒരു സിസ്റ്റം നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോൾ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ചിട്ടി കമ്പനികൾ പൂട്ടിപ്പോകും. ചിട്ടികൾ കറക്റ്റ് സമയത്ത് നടത്താൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ കൊളാറ്ററൽസ് മേടിച്ചിട്ടാണ് വലിയ ചിട്ടികൾ നടത്തുന്നത്. ലേലം വിളിച്ച് എടുക്കുന്ന ചിട്ടികൾ, ആ പ്രോസസ്സ് ഉണ്ട്. അത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ഞാൻ ഈ എക്സാമ്പിൾ കാണിച്ചതിനകത്ത് അങ്ങനെ സിസ്റ്റം അല്ല, അത് ഓൾറെഡി ഡിസൈഡഡ് ആണ്. ട്രാൻസ്പെറൻസിയുടെ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണം. കൊളാറ്ററലിന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ചിട്ടിക്ക് ചേരുമ്പോൾ 25 ലക്ഷത്തിന്റെ ചിട്ടിയാണെങ്കിൽ അവർ കൊളാറ്ററൽ വേണമെന്ന് പറയും. തീർച്ചയായിട്ടും കൊളാറ്ററൽ കൊടുക്കണം, അല്ലെങ്കിൽ ചിട്ടി മുന്നോട്ട് പോവില്ല. നമ്മൾ പൈസ എടുത്തിട്ട് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൊളാറ്ററൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ വീടും വസ്തുവും മാത്രം പോരായിരിക്കാം. ജോലി വേണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ, ഏതെങ്കിലും ഒരു വരുമാന മാർഗവും കൂടെ കണ്ടിട്ട് അങ്ങനെയുള്ള കേസുകളിൽ അവർ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കാം. ഇപ്പൊ ഈ വക കാര്യങ്ങൾ ഫുള്ള് ചിട്ടിയുടെ പേപ്പർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ആ ചിട്ടിക്കാരനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ഈ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിച്ച് വ്യക്തത വരുത്തി അത് എഴുതി ഒപ്പിട്ടിട്ടും ആ ഒപ്പിനൊന്നും വാലിഡിറ്റി ഒന്നുമില്ല. കാരണം ഈ വലിയ കമ്പനികളിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. അവർ നാളെ എവിടെയും ഇത് ജോലി രാജിവെച്ചിട്ട് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഒപ്പിട്ട പേപ്പറിന് യാതൊരു വിലയില്ല. അപ്പൊ അത്രയും വലിയൊരു റിസ്കിലാണ് ഈ ചിട്ടി. വലിയ എമൗണ്ടുകളുടെ ചിട്ടി നിങ്ങൾക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ കൊളാറ്ററൽ കൊടുത്തിട്ടുള്ള ചിട്ടികളാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ അതിന് നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. വലിയ കമ്പനികളാണ്. അടുത്തത് ഓപ്ഷൻ പ്രോസസ്സാണ്. ചിട്ടി വിളിച്ചെടുക്കുന്ന രീതി മനസ്സിലാക്കിയിരിക്കണം. ട്രാൻസ്പെറൻസി, അഗെയിൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിഞ്ഞു കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഇതിനകത്ത് ഏർപ്പെടുക. ആ ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചിട്ടി നേരത്തെ എക്സിറ്റ് ആവേണ്ട ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ ചെയ്യണം, ചിട്ടിയിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏതെങ്കിലും കാരണവശാൽ, അപ്പോൾ എന്ത് നഷ്ടപ്പെടും, എന്ത് കിട്ടും, എത്ര നാൾ വെയിറ്റ് ചെയ്യണം. മിക്കവാറും ചിട്ടി എല്ലാം കഴിഞ്ഞ് 60 മാസവും കഴിഞ്ഞ്, അതായത് ചിട്ടി 60 മാസത്തെ ആണെങ്കിൽ 60 മാസവും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടച്ച പൈസ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റി, എക്സിറ്റ് ഓപ്ഷൻസിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത്രയുമൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പ്ലീസ് ഷെയർ യുവർ ഒപ്പീനിയൻ. Thank you for watching. Please like, share, comment and subscribe. Happy investing.